വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ കയ്യിലുള്ളത് നത്തിങ് ഫോൺ 3 ആണ്. ഈ സാധനം ലൈറ്റ് ഒന്നും കത്തൂല, പകരം ഇവിടെയുള്ള ഈ ഒരു ഗ്ലിഫ്മെട്രിക്സിലാണ് ഇതിന്റെ കാര്യങ്ങൾ മുഴുവൻ ഉള്ളത്. ഇത് നമ്മൾ ഇപ്പൊ എന്തിനു റിവ്യൂ ചെയ്തെന്ന് ചോദിച്ചാല്, ഇപ്പോഴാണ് ഇവന്മാർ ഇതിന് കറക്റ്റ് പ്രൈസിംഗിൽ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ഐ തിങ്ക് 40,000 to 50,000 റേഞ്ചില് ഈ സാധനം വർത്താണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്ക് അതിലോട്ട് പോണതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നാൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല നല്ല കണ്ടന്റുകൾ ഇതുപോലെ പുഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കീപ് മീ സപ്പോർട്ടഡ്. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. ഇതിന്റെ ഡിസ്പ്ലേ ഒരു 6.67 ഇഞ്ച് ആംബുലൻഡ് പാനലാണ്. ബെസൽസ് ഒക്കെ വളരെ കുറവാണ്. നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. മാത്രമല്ല ഔട്ട്ഡോർ വിസിബിലിറ്റിയും സീനില്ല. 4500 നിറ്റ്സ് വരെ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് പോകും. ഈ ഡിസ്പ്ലേക്കുള്ള ആകെ പ്രശ്നം ഇത് LTPS ടെക്നോളജിയാണ്. LTPO അല്ല. 120 ഹെഡ്സ് ടു 30 ഹെഡ്സ് വരെയാണ് ഇതിന്റെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് പോവുക. LTP ആണെന്നുണ്ടെങ്കിൽ 1 ഹെഡ്സ് വരെ താഴുമായിരുന്നു. അവർ എന്തുകൊണ്ട് അതിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്റെ സംശയം. മാത്രമല്ല LTP ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ബാറ്ററി ലൈഫ് കിട്ടിയേനെ. എന്നാലും നമ്മൾ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് പറയുമ്പോൾ അത് ജസ്റ്റിഫൈബിൾ ആണ്. ഫോർ ദാറ്റ് പ്രൈസ് ഈ ഡിസ്പ്ലേ നല്ലതാണ്. ദ നെക്സ്റ്റ് തിങ്, ഇതിന്റെ ക്യാമറ സെറ്റപ്പ് ആണ്. ഇതൊരു 50 മെഗാ പിക്സൽ ക്യാമറ സെറ്റപ്പ് ആണ് ഈ കാണുന്നത്. ഫ്രണ്ടിലും 50 മെഗാ പിക്സൽ തന്നെയാണ്. സാംസങ്ങിന്റെ സെൻസർ ആണ്. ഒരു പെരിസ്കോപ്പിക് ലെൻസ് ഉണ്ട്, പിന്നെ ഒരു മെയിൻ സെൻസർ, ഒരു അൾട്രാ വൈഡ്, ഇങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ് വരുന്നത്. ഇതിന്റെ ഔട്ട്പുട്ടിലൂടെ തന്നെ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് ക്യാമറയുടെ ഔട്ട്പുട്ട് വരുന്നത്. കളേഴ്സ് ഒക്കെ നാച്ചുറൽ ആണ്. കുറച്ച് ഒരു ഷാർപ്പൻഡ് ആയിട്ടുള്ള പോലെ തോന്നി. പിന്നെ അത് മാത്രമല്ല, ഇത് ഭയങ്കര ക്രോപ്പിന്നാണ്, ഭയങ്കര സൂമിന്നാണ്. നമുക്ക് സൂം ഔട്ട് ചെയ്യാനൊന്നും പറ്റില്ല, വളരെ അടുത്തായിട്ടുള്ളത്. ഞാനിപ്പോൾ കൈ വളരെ അകലെ വെച്ചേക്കുന്നത്. ഇത് 4K 60 FPS വരെ പോകാൻ പറ്റും. 8K സപ്പോർട്ട് ഇല്ല. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് 30 FPS-ലാണ്. ഇത് ഇതിന്റെ മെയിൻ സെൻസർ എന്നുള്ള ഔട്ട്പുട്ടാണ്. ഇത് 4K 30 FPS-ലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ദ കളേഴ്സ് ആർ ആക്യുറേറ്റ്, ബട്ട് ഒരു പഞ്ചി അല്ലെങ്കിൽ ഒരു ഷാർപ്പർ ആയിട്ടുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് പിന്നെ ഇതിലുള്ള പ്രധാന പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് ലെൻസ് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ ഒരു സൂമിൻ ആണ് വരുന്നത്. നമുക്ക് ഓൺ ദ ഗോ ലെൻസ് സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവർ ഇതിൽ കുറച്ച് ഫിൽറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം നമുക്ക് പോർട്രേറ്റ് ഇമേജസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഫോട്ടോ ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുമ്പോൾ എനിക്കൊരു പ്രശ്നം തോന്നിയത് അൾട്രാ വൈഡിൽ മാത്രമാണ്. ബാക്കിയുള്ള 2 സെൻസറും നല്ല ഔട്ട്പുട്ടാണ് തരുന്നത്. സെൽഫി ഷൂട്ടറും കുഴപ്പമില്ല. ഒരു ബിറ്റ് ഷാർപ്പൻഡ് ആണെന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം, ഇത് ഞാൻ പർച്ചേസ് ചെയ്തപ്പോൾ ഇത് Android 15-ലായിരുന്നു. അതായത് നത്തിങ് OS 3.5-ലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത് കുറച്ച് ഓവർ ഷാർപ്പൻഡ് ആയിട്ടുള്ള ഇമേജസ് ആയിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ ഇതിന്റെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറിലോട്ട് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അതിന്റെ പ്രോസസ്സിംഗ് മാറിയിട്ടുണ്ട്. അതായത് ഇവന്മാര് ആക്റ്റീവ്ലി ഇതിന്റെ അൽഗോരിതത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അപ്ഡേറ്റിലും ഇതിന്റെ ഔട്ട്പുട്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് തിങ്. ആൻഡ് ഈ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ജസ്റ്റിഫയബിൾ ആണ്. നല്ല ക്യാമറ ഔട്ട്പുട്ട് ആണ് ഇത് തരുന്നത്. പിന്നെ മാത്രമല്ല, നേറ്റീവ് ക്യാമറ ആപ്പ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നമുക്ക് ബ്ലാക്ക് മാജിക്കിന്റെ ക്യാമറ ആപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള വീഡിയോ ഫുട്ടേജ് നമുക്ക് കിട്ടും. കാരണം ഇതിന്റെ ഈ ഒരു ക്യാമറ സിസ്റ്റം വളരെ കാപ്പബിൾ ആണ്. പിന്നുള്ളത് ഒബ്വിയസ്ലി ഇതിന്റെ OS എക്സ്പീരിയൻസ് ആണ്. ഒരു രക്ഷയില്ല. നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ ഒരു ബ്ലോട്ട് വേഴ്സും ഇല്ല. വെരി വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. ഒരുപാട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഇവന്മാർ നത്തിങ്ങിന്റെ എല്ലാ ഡിവൈസിലും ഉണ്ട് ഇത്. ഈ ഒരു എസെൻഷ്യൽ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീച്ചർ എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് മറ്റുള്ള എല്ലാ കമ്പനീസും കോപ്പി അടിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. ആൻഡ് OS എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് കാറ്റഗറിയിൽ നമ്മൾ പെടുത്തേണ്ട കാര്യമില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു പിക്സൽ കഴിഞ്ഞാൽ ഇവന്മാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഐ മീൻ പിക്സലും ഇതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുള്ള ചെറിയ ചെറിയ ടീക്സ് മാത്രമേ ഇവര് നത്തിങ് OS-ലൂടെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഒരു പിക്സൽ ഡിവൈസ് നിങ്ങൾ ഇതിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ മാറ്റം ഫീൽ ചെയ്യില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്സും വളരെ നല്ലതാണ്. പിന്നെ കണ്ടില്ലേ, ഇതിന്റെ ഇൻഹാൻഡ് ഫീലും വളരെ നല്ലതാണ്. പിന്നെ വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. കാരണം ഇതിനുള്ള ചിപ്സെറ്റ് നല്ല കേപ്പബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. സ്നാപ്ഡ്രാഗന്റെ 8s Gen 4 ആണ്. അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് ഗ്രേഡ് ചിപ്സെറ്റ് അല്ല, ഒരു മിഡ് റേഞ്ച് ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ലെവലിൽ വരുന്ന ഒരു ചിപ്സെറ്റ് ആണ്. ഏകദേശം 2 മില്യൺ ഒക്കെ ഇതിന്റെ ആക്റ്റീവ് സ്കോർ വരുന്നുണ്ട്. ഞാൻ ഇതിൽ BGMI ഹൈ ഗ്രാഫിക്സിൽ ഒരു 30 മിനിറ്റോളം കളിച്ചു നോക്കി. ഇതിൽ 120 ഹെർട്സ് വരെ നമുക്ക് കളിക്കാൻ പറ്റുന്നുണ്ട്. ഒരു അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ എനിക്ക് ഹീറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഫ്രെയിം ഡ്രോപ്സ് ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു പ്രോ ഗെയിമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഡിവൈസസ് വേറെ കിട്ടാനുണ്ട്. അത് ചെക്ക്ഔട്ട് ചെയ്യാം. ഇത് ലൈക്ക് നിങ്ങൾക്കൊരു നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം, ഒരു ഡീസന്റ് ക്യാമറ വേണം, ഒരു മീഡിയം ഗെയിമർ ആണ് നിങ്ങൾ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണ്. പിന്നെ ഇതിലുള്ള ബാറ്ററി 5500 mAh ആണ്. ഇതിൽ ഫാസ്റ്റ് ചാർജിങ് 65 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിൽ വയർലെസ് ചാർജിങ് ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റുള്ള ഡിവൈസിനെ വെച്ച് നോക്കുമ്പോൾ
ഇത് കുറച്ച് കുറവാണ്. എന്നാലും ഇതിനെ മറ്റുള്ള അഡ്വാൻറ്റേജസ് വെച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പിക്സലിന്റെ എ സീരീസിലൊക്കെ 33 വാട്ടൊക്കെയാണ് ചാർജിങ് ഉള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും വലിയ പ്രശ്നമല്ല. നമുക്ക് എങ്ങനെ പോയാലും ഒരു 12 മണിക്കൂർ 14 മണിക്കൂറൊക്കെ ഇതിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും. ആൻഡ് ഈ ഒരു സാധനം അഡ്വാൻറ്റേജ് ആയിട്ട് പറയണോ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയണോ എന്ന് എനിക്കറിയില്ല. ഇതിന്റെ ഡിസൈനാണ്. ഇതിന്റെ ക്യാമറ കട്ടൗട്ട് തന്നെ അൺകൺവെൻഷനാണ്. ഇവിടെ ഒരു ഡിസ്പ്ലേ, ഇവിടെ ഒരു 3D ബട്ടൺ, ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ബാക്കിലുള്ളത്. നത്തിങ്ങിന്റെ എസ്തെറ്റിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സാധനം ഡെഫിനറ്റ്ലി ഇഷ്ടമാവും. പക്ഷെ ഒരു മാസസിന് ഇത് അപ്പീൽ ചെയ്യുമെന്നുള്ളത് സംശയമാണ്. മേ ബി ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും ഈ ഒരൊറ്റ ഡിസൈനിന്റെ കാര്യം കൊണ്ട് ചില ആൾക്കാർ ഇത് എടുക്കൂല. ബാക്കിലുള്ളതും ഗ്ലാസ് പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഗൊറില്ല ഗ്ലാസിന്റെ വിക്ടസ് പ്രൊട്ടക്ഷൻ ആണ് ബാക്കിലുള്ളത്. IP68 റേറ്റഡ് ആണ്. അപ്പൊ പറഞ്ഞു വന്നത്, എനിക്ക് ഈ ഡിസൈൻ ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടമായോ ഇല്ല എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കാരണം ഇത് ഇറങ്ങിയ സമയത്തിൽ ഏറ്റവും കൂടുതൽ ബാക്ക്ലാഷ് കേട്ടത് ഇതിന്റെ ഡിസൈനായിരുന്നു. ഇങ്ങനെ ഇന്നോവേഷൻ കൊണ്ടുവരാൻ ഒരു കമ്പനിയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളതാണ് എന്റെ സമാധാനം. കാരണം മറ്റുള്ള കമ്പനീസ് ഒക്കെ ഓരോ ഡിസൈനിൽ സെറ്റിലായി പോയി. ആൻഡ് ഇതിൽ എനിക്കൊരു 3 ട്രേഡ് ഓഫ്സ് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഒന്ന്, ഇതിൽ USB 2.0 കണക്ടിവിറ്റി. നമ്മൾ കേബിൾ ടു കേബിൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. പിന്നെ ചാർജർ ബോക്സിലില്ല. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ക്യാമറ, ഫ്രണ്ട് വീഡിയോ ക്യാമറയിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഫിക്സഡ് സൂമിലാണ് വരുന്നത്. അതും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു 50,000 40,000 റേഞ്ചിൽ ഒരു കംപ്ലീറ്റ് വർക്ക് പാക്കേജ് ആണത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. നമ്മൾ ഇനിയും കാണും. അപ്പോൾ ബൈ ബൈ.